എന്താടാ ഉറങ്ങാത്തത്? നമ്മള് സമാധാനത്തോടെ ഉറങ്ങേണ്ട ദിവസമല്ലേ ഇത്? അതെ, പക്ഷേ ഒരു പക്ഷേയും ഇല്ല. വിചാരിച്ച കാര്യം ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇൻഫെക്ഷനുള്ള മരുന്നിന്റെ ഡ്രിപ്പ് ഇപ്പൊ ആരാധ്യയുടെ ദേഹത്ത് കയറി തുടങ്ങി കാണും. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. മുറിവ് പഴുത്ത് കൈ മുറിച്ചു മാറ്റേണ്ടി വരും. അതോടെ എന്റെ പ്രതികാരം പൂർത്തിയാവും. ചേച്ചിക്ക് എപ്പോഴും ചേച്ചിയുടെ കാര്യം മാത്രമാണല്ലോ. ഇതുകൊണ്ടൊന്നും എനിക്ക് അമൃതയെ കിട്ടാൻ പോണില്ല. അക്കാര്യത്തിൽ മാത്രം ചേച്ചിക്ക് യാതൊരുവിധ താല്പര്യമില്ല. ഓരോ ദിവസവും അഭിമന്യു അമൃതയും തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുക. ഈ ചേച്ചിയെ നീ വല്ലാതെ തെറ്റിദ്ധരിച്ചു. നിന്റെ അമൃതയുടെയും കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. അത് പറയാനാ ഞാൻ സത്യത്തിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അമൃത നിനക്ക് സ്വന്തമാകാൻ പോകുന്നത് ഇന്ന് രാത്രിയാണ്. ചേച്ചി എന്തോന്നായി പറയുന്നത്? നീ ഒന്നും മനസ്സ് വെച്ചാ ഇന്ന് രാത്രി അമൃത നിനക്ക് സ്വന്തമാവും മഹി. ഈ രാത്രി നിന്റെ കഥ മാറ്റി എഴുതപ്പെടുകയാ. ആരാധ്യയുടെ കൂടെ അഖിലയും അനഘയും ഹോസ്പിറ്റലിലാ. അതുകൊണ്ട് പഞ്ചരത്നത്തിൽ ഇന്ന് അമൃതയും സിസിലിയും മാത്രമേ ഉള്ളൂ. പഞ്ചരത്നത്തിന്റെ അടുക്കള വാതില് ഇന്ന് നിനക്ക് വേണ്ടി തുറക്കും. ഇതെന്തോന്നാ, പഴയ കടത്തനാണ് സിനിമയുടെ സ്ക്രിപ്റ്റോ? അയ്യോ അല്ലടാ പൊട്ടാ, അടുക്കള വാതില് ഇന്ന് നിനക്ക് വേണ്ടി സിസിലി തുറന്നിടും. അവരോട് ഞാൻ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് സ്വാതന്ത്ര്യത്തോടെ അകത്ത് കിടക്കാം. എന്നിട്ടെന്താ? അതും ഇനി ഞാൻ പറഞ്ഞു തരണോ? എടാ, ഇത്തിരി ബലം പ്രയോഗിച്ചാണെങ്കിലും അമൃതയെ നീ ഇന്ന് സ്വന്തമാക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ നിന്നെ സ്വീകരിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലാതാവും. അതൊരു പ്രശ്നമാവുമ്പോ നിന്റെ ചേച്ചി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നാളെ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അല്പം റിസ്കാ, എന്നാൽ ഞാൻ റെഡി അയച്ചു. എന്നാ നിന്ന് വൈകണ്ട, ചെല്ല്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.